ഇത് തൃപ്പൂണിത്തുറ പുതിയാവിലുള്ള ശരവണ ഭവൻ ഹോട്ടൽ. അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെയുള്ള ഹോട്ടലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആയുർവേദ കോളേജിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇതിവിടുത്തെ മെനു കാർഡാണ്. ഇവിടെ AC റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് സ്വല്പം പ്രൈസ് കൂടുതലാണ്. ചപ്പാത്തി പൊറോട്ട എല്ലാം 20 രൂപയാണ്. എരിവടയ്ക്കും സാമ്പാർ വടയ്ക്കുമൊക്കെ 40 രൂപ വീതമാണ്. ഇവിടെ ഈവനിങ്ങിൽ തന്തൂർ ഐറ്റംസും ഉണ്ട്. റൊട്ടിയും നാനും ഒക്കെ ഉണ്ട്. റൊട്ടിയുടെയൊക്കെ പ്രൈസ് വരുന്നത് 70 റുപ്പീസാണ്. ഈ ഹോട്ടലിനോടനുബന്ധിച്ച് ഒരു ജ്യൂസ് സ്റ്റോൾ കൂടിയുണ്ട്. തൃപ്പൂണിത്തുറയിൽ തന്നെ 2 ശരവണ ഭവൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ 2 ടൈപ്പ് റൈസ് ഉണ്ട്. പൊന്നരിയുണ്ട്, കുത്തരിയുണ്ട്. ഇലയിട്ടു, അവിയൽ, ക്യാബേജ് തോരൻ. അവിയൽ തമിഴ്നാട് സ്റ്റൈലിലുള്ള അവിയലാണ്. പിന്നെ മധുരക്കറി, ചോറ് വന്നു. മട്ടയരിയാണ്. ഇവർ പലപ്പോഴും നമ്മളോട് ചോദിക്കാറില്ല മട്ടയരി വേണോ പൊന്നിയരി വേണോ എന്ന്. അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുവന്ന് നമ്മളെ അടിച്ചേൽപ്പിക്കും. പലപ്പോഴും അവർ പൊന്നിയരിയാണ് ആൾക്കാരുടെ ഇഷ്ടം നോക്കാതെ സെർവ് ചെയ്യുന്നത്. പപ്പടം വന്നു. ഈ ഒരു മനോഭാവം ഇത്തരം റെസ്റ്റോറൻറ്റ്സ് മാറ്റേണ്ടതാണ്. കാരണം പാലക്കാട് മാത്രമാണ് സാധാരണഗതിയിൽ കേരളത്തിൽ പൊന്നിയരി യൂസ് ചെയ്യുന്നത്. പിന്നെ മലപ്പുറം അതിൻ്റെ ചില ഭാഗങ്ങളിലും. നമ്മൾ മീൽസ് കൂടാതെ ബിരിയാണി കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണി അത്യാവശ്യം നല്ല ബിരിയാണിയാണ്. ഒരു പായസവും തൈരും കൊണ്ടുവന്നു. പായസം പലപ്പോഴും കഞ്ഞിവെള്ളത്തിൽ മധുരം കലക്കിയൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പലപ്പോഴും ഇവിടെ കിട്ടുന്നത് ചെറുപയർ പരിപ്പ് പായസമാണ് നമുക്ക് കിട്ടുന്നത്. ഇത്തരം റെസ്റ്റോറൻറ്റ് പലപ്പോഴും കിട്ടുന്ന ആദ്യം ഒഴിക്കുന്ന പരിപ്പ് സാമ്പാർ പരിപ്പ് കൊണ്ടുള്ള പരിപ്പാണ്. ഇതാണ് ഇവിടുത്തെ വെജിറ്റബിൾ ബിരിയാണി. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. കഴിക്കാനായി കൂടെ സാലഡും അച്ചാറും ഉണ്ട്. നമുക്ക് ഊണിലേക്ക് തിരിച്ചു പറയാം. ഞാൻ പരിപ്പിനെ പറ്റിയാണ് പറഞ്ഞത്. എപ്പോഴും ചെറുപയർ പരിപ്പ് തന്നെയാണ് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ്. പരിപ്പിൻ്റെ കൂടെ നെയ്യ് ഒഴിക്കുമ്പോൾ സാമ്പാർ പരിപ്പിൻ്റെ പരിപ്പാണെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇത്തരം റെസ്റ്റോറൻറ്റ്സ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. പക്ഷേ അവരുടെ ചില ക്വാളിറ്റീസ് പറയേണ്ടതുണ്ട്. കൂട്ടാൻ, അതായത് സൈഡ് ഡിഷസ് എത്ര വേണമെങ്കിലും അവർ ഒന്ന് സപ്ലൈ ചെയ്യും. യാതൊരു ലോഭവുമില്ലാതെ അവർ സൈഡ് ഡിഷസ് എത്ര വേണമെങ്കിലും അവർ സപ്ലൈ ചെയ്യും. എന്ത് ചോദിച്ചാലും അവർ സപ്ലൈ ചെയ്യുന്നതിനകത്ത് യാതൊരു മടിയും കാണിക്കത്തില്ല. ഇതിവിടുത്തെ നെയ്റോസ്റ്റാണ്. നെയ്റോസ്റ്റ് അത്യാവശ്യം നല്ല നെയ്റോസ്റ്റാണ്. ഇതിനകത്ത് മുളക് ചമ്മന്തി നല്ലതാണ്. സാമ്പാർ ആവറേജാണ്. തേങ്ങാ ചമ്മന്തിയും ആവറേജാണ്. പക്ഷേ മുളക് ചമ്മന്തി വളരെ നല്ലതാണ്. കാരണം തമിഴ് സ്റ്റൈലിലുള്ള മുളക് ചമ്മന്തി വളരെ നല്ലതാണ്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ സൈഡ് ഡിഷസിൻ്റെയൊക്കെ ടേസ്റ്റ് കുറച്ചുകൂടെ കേരള സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് പുളിശ്ശേരിയാണ്. പുളിശ്ശേരി വളരെ നല്ല പുളിശ്ശേരി തന്നെയാണ്. നല്ല കുറുകിയ തൈര് കൊണ്ടുണ്ടാക്കിയ വളരെ നല്ല പുളിശ്ശേരിയാണ്. പുളിശ്ശേരി മാത്രം ഉപയോഗിച്ച് ഈ ചോറുണ്ണാൻ കഴിയും. അത്രയും നല്ല പുളിശ്ശേരി തന്നെയാണ് ഇവർ തരുന്നത്. ഇവിടുത്തെ ഊണിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 140 രൂപയാണ്. അത് AC റെസ്റ്റോറൻ്റ് ആയാൽ വളരെ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ അച്ചാറും വറുത്ത മുളകും സൈഡിൽ വെച്ചേപ്പുണ്ട്. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം. ഇവിടെ കിട്ടുന്ന പപ്പടം നല്ലതാണ്. കാരണം എണ്ണ വളരെ കുറവാണ്. എണ്ണ കുറഞ്ഞ പപ്പടമാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ചുകൂടെ വലിപ്പമുള്ള പപ്പടമാണ്. ഇത്തരം ഹോട്ടലുകളിലെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സും നല്ലതാണ്. പക്ഷേ ഈവനിങ് സ്നാക്സ് കുറച്ചുകൂടെ ഇവിടെ പ്രൈസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം AC റെസ്റ്റോറൻ്റ് ആയിരിക്കാം. നോർമൽ റെസ്റ്റോറൻറ്റിൽ പ്രൈസ് കുറച്ചുകൂടെ കുറവാണ്. ഈ റെസ്റ്റോറൻറ്റിലെ ബില്ലാണ് ഇത്.